മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് കുത്തേറ്റു. മദ്യപിച്ചെത്തിയ വക്കം സ്വദേശി സുരേഷാണ് ഡ്രൈവർമാരെ ആക്രമിച്ചത്. സുരേഷുമായി വാക്കുതർക്കമുണ്ടായ സന്ദീപിനും പിടിച്ചുമാറ്റാനെത്തിയ ആൾക്കുമാണ് പരിക്കേറ്റത്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, ഈ തർക്കം എങ്ങനെയാണ് ഉണ്ടായത്? ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട്? ആര്യ, ഇന്ന് വൈകുന്നേരം 3:30 തിരുവനന്തപുരം വർക്കലയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. 2 ഓട്ടോ ഡ്രൈവർമാർക്കാണ് ഇപ്പോൾ കുത്തേറ്റിരിക്കുന്നത്. ഇവർ രണ്ടുപേരും പാവനാശം ആൽത്തറമൂട് ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരാളുടെ പേര് സന്ദീപ് എന്നും മറ്റേ ആളുടെ പേര് സുരേഷ് എന്നുമാണ്. ഇവർ ഇന്ന് വൈകുന്നേരം ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്താണ് വക്കം സ്വദേശിയായിട്ടുള്ള സുരേഷ് എന്ന വ്യക്തി, ഇദ്ദേഹം വക്കം ആണ് ഇദ്ദേഹത്തിന്റെ സ്ഥലമെങ്കിലും പുറത്ത് മറ്റേതോ രാജ്യത്ത് ഉള്ള ആളാണ്. ഇപ്പോൾ അവധിക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നതാണ് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേരും സുരേഷ് എന്നാണ്. ഈ സുരേഷ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരികയും ഇവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുമാണ് ചെയ്തത്. ആദ്യം സന്ദീപുമായിട്ടാണ് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത്. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സന്ദീപുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് സന്ദീപിനെ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. ആ സമയത്താണ് സുരേഷ് ഇതിൽ ഇടപെടുന്നത്. സുരേഷ് സന്ദീപിനെ കുത്തുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. പിന്നാലെ തന്നെ സുരേഷിനും കുത്തേൽക്കുകയായിരുന്നു. സന്ദീപിന്റെ നെഞ്ചിലും അതുപോലെ തന്നെ സുരേഷിന്റെ മുതുകിലുമാണ് കുത്തേറ്റിരിക്കുന്നത്. രണ്ടുപേരെയും വർക്കലയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇയാൾ മദ്യപിച്ചെത്തി പ്രശ്നമുണ്ടാക്കിയാണ് ഇത്തരത്തിൽ ഇരുവരെയും കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റെന്തെങ്കിലും കാരണം ഇത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന് പിന്നിലുണ്ടോ എന്ന് എന്തായാലും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വർക്കല പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് നിലവിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ആര്യ, ചന്ദ്ര, ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ ആൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ? അതെ ആര്യ, ഇപ്പോൾ എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വക്കം സ്വദേശിയാണെന്ന് തന്നെയാണ് പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. സുരേഷ് എന്നാണ് ഇയാളുടെ പേരെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ കുറച്ചു നാളുകളായതേ ഉള്ളൂ നാട്ടിലേക്ക് എത്തിയിട്ട്. മറ്റേതോ രാജ്യത്താണ് ഇയാൾ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇയാളെ പിടികൂടിയ സമയത്ത് ഇയാൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ചേർന്നുള്ള ഒരു ഭാഷയാണ് സംസാരിച്ചിരുന്നത്. പോലീസിനും ആദ്യഘട്ടത്തിൽ എന്താണ് ഇയാൾ പറയുന്നത് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം മദ്യപിച്ച ഒരവസ്ഥയിൽ കൂടിയായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളും പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. ശരി, സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.